ഇവിടെ തിരുവനന്തപുരത്തെ കേശവാസുപുരത്തിന് കേശവാസുപുരം എന്ന് പേര് കിട്ടി എങ്ങനെയാണെന്ന് അറിയോ? അതിന്റെ പേര് കേശവാസുപുരം എന്നല്ലായിരുന്നോ? അല്ല, ആ സ്ഥലത്തിൻ്റെ പേര് ശരിക്കും കേശവാസുപുരം എന്നല്ല. അതിൻ്റെ പഴയകാലത്തെ പേര് കട്ടച്ചകോണം എന്നായിരുന്നു. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ NSSന് വേണ്ടിയിട്ട്, നായർ സർവീസ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കോളേജുകളും സ്കൂളുകളും ഒക്കെ ഉണ്ടാക്കിയ മഹാനായ ശ്രീ മന്നത്ത് പത്മനാഭൻ ആദ്യമായിട്ട് നായർ സർവീസ് സൊസൈറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയ കോളേജ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ഈ കേശവാസുപുരത്തെ MG കോളേജാണ്, മഹാത്മാഗാന്ധി കോളേജ്. അപ്പോൾ ആ കോളേജ് അവിടെ സ്ഥാപിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, ആ സ്ഥലത്തിൻ്റെ പേര് കട്ടച്ചകോണം, അത് കേൾക്കാനൊരു ഭംഗിയില്ല, ഒരു സുമാറില്ല. അതുകൊണ്ട് ആ പേരിന് പകരം ഒരു നല്ല പേര് വേണമെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അദ്ദേഹം അന്നത്തെ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രി SNDPയുടെ നേതാവായ ശ്രീ C കേശവനായിരുന്നു. അപ്പോൾ C കേശവനോട് പറഞ്ഞു ആ സ്ഥലത്തിൻ്റെ പേരൊന്ന് മാറ്റിയാൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ C കേശവൻ പറഞ്ഞു, പേര് മാറ്റുന്നതിൻ്റെ യാതൊരു കുഴപ്പമില്ല, പേര് മാറ്റിയേക്കാം. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങയുടെ പേര് തന്നെ കൊടുക്കാം, പത്മനാഭപുരം എന്ന് കൊടുക്കാം. പക്ഷേ അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, അത് അനന്ത പത്മനാഭൻ്റെ പേരിൽ പോവും. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, മന്നം നഗർ എന്ന് പേര് കൊടുക്കാം എന്ന് പറഞ്ഞു. ഇത് കേട്ട മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തെ വിലക്കിക്കൊണ്ട് പറഞ്ഞു, ഒരു കാരണവശാലും എൻ്റെ പേരൊന്നും കൊടുത്തേക്കല്ലേ, അതിന് കൊള്ളാവുന്ന ഒരു നല്ല രാജ്യസ്നേഹിയുടെ പേര് കൊടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ C കേശവൻ തന്നെ മന്നത്തോട് ചോദിച്ചു, എന്നാ പേര് പറ. അങ്ങനെ മന്നത്ത് പത്മനാഭൻ പറഞ്ഞ പേരാണ് കേശവദാസപുരം. ആ പേര് നൽകിയ മുഖ്യമന്ത്രി C കേശവനാണ്.